ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്താക്കാൻ കോൺഗ്രസ്. രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാൻ ഹൈക്കമാൻഡ് KPCC പ്രസിഡന്റിന് നിർദ്ദേശം നൽകി. ഇന്ന് തന്നെ രാഹുലിനെതിരെ നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന. പുകഞ്ഞ കൊള്ളി പുറത്തെന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. പാർട്ടി ചുമതലയേൽപ്പിച്ചത് മതിൽ ചാടാനല്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതില് ചാടാനല്ല. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. കോടതിയിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് നിർണായകമാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ഇതിനിടെ കേസിൽ രാഹുലുമായി സൗഹൃദമുള്ള നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടി. നമ്മുടെ പ്രതിനിധികൾ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി തത്സമയമുണ്ട്. ആർ ശ്രീജിത്ത്, ഷഫീദ് റാവുത്തർ, ആയിഷത്തുൽ ഷംന, AV ജയശങ്കർ. ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിലായപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നിരിക്കുന്നു, നടപടി സ്വീകരിക്കണം, പാർട്ടിയുടെ അന്തസ്സാണ് വലുത്, അതിന് മുകളിലായി ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പുറത്താക്കാനുള്ള ഗ്രീൻ സിഗ്നൽ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, തീർച്ചയായും ലൈംഗിക പീഡന പരാതി ഒന്നല്ല 2 പരാതികളായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ പരാതികളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് വേണ്ടി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് KPC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഞ്ച് സൂചിപ്പിച്ച പോലെ കർശന നടപടി എന്നാൽ ഇനി രാഹുലിനെതിരെ ബാക്കിയുള്ള നടപടി പുറത്താക്കൽ മാത്രമാണ്. ആ പുറത്താക്കൽ നടപടിക്ക് ഹൈക്കമാൻഡ് ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പാർട്ടിയാണ് പ്രധാനം. പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടപടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ എല്ലാ പ്രധാന നേതാക്കളുമായി സംസാരിച്ച് അവരുടെ അഭിപ്രായം ആരായണം. അതിനുശേഷം നടപടി പ്രഖ്യാപിക്കണമെന്നാണ് KC വേണുഗോപാൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കുക എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം അറിഞ്ഞ ശേഷം നടപടി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലെ അനൗദ്യോഗിക ധാരണ. എന്നാൽ അത് മാറി രണ്ടാമത്തെ പരാതി കൂടി വന്നു. ഈ പരാതി വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോട് ഫോണിൽ സംസാരിച്ചത്. അപ്പോഴാണ് നിലപാട് വ്യക്തമാക്കിയത്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാടിനപ്പുറത്തേക്ക് ഒരു സമീപനവും സ്വീകരിക്കുന്നതിനോട് യോജിക്കില്ല. പാർട്ടിയുടെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം ഉണ്ടാകണം. ആരെയും സംരക്ഷിക്കുകയില്ല. തെറ്റുകാരായാലും അവർ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയാൽ അവർ പാർട്ടിക്ക് പുറത്തു തന്നെയാണ് എന്നതാണ് ഹൈക്കമാൻഡ് സമീപനം. നേരത്തെ ലൈംഗിക പീഡന ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുന്നതിലേക്കും ഒപ്പം തന്നെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിലേക്കും നയിച്ചതും ഹൈക്കമാൻഡിൻ്റെ ഈ നിലപാടായിരുന്നു. ഈ പരാതി, ഇന്നലത്തെ പരാതി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും ഒക്കെ തന്നെ ഹൈക്കമാൻഡിനും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിയെക്കുറിച്ച് അവർക്കും നേരിട്ട് അറിവുണ്ട്. പരാതി വന്ന പശ്ചാത്തലത്തിൽ ഇത് പോലീസിന് കൈമാറുന്ന അടക്കമുള്ള നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം സംഘടനാപരമായ നടപടി കൂടി തീരുമാനിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് നേതാക്കളുമായിട്ട് കൂടിയാലോചനയ്ക്ക് ശേഷം KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ നടപടി പ്രഖ്യാപിക്കും. വൈകാതെ ഈ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് കോടതിയുടെ തീരുമാനം എന്താണ് വരാൻ പോകുന്നത് മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്നതുവരെ അറിയുന്നതുവരെ കാത്തു നിൽക്കുക എന്നതിലേക്ക് ഈ നേതാക്കൾ പോകുമോ? അതോ ഇതിനോടകം തന്നെ കെ മുരളീധരനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് ഏറ്റവും കർക്കശമായ നിലപാട് വേണം, പുറത്താക്കണം, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ വളരെ വേഗം തന്നെ ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതണമോ ശ്രീജിത്ത്? അനുജ, ഇനി കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷമേലുള്ള നിലപാടോ തീരുമാനമോ അറിയുന്നതുവരെ കോൺഗ്രസ് നേതൃത്വം കാത്തു നിൽക്കില്ല. കാരണം പരാതികൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ പരാതിക്ക് ബലം പകരുന്നതാണ് രണ്ടാമതായി ഇന്നലെ വന്ന യുവതിയുടെ പരാതി. ആ പരാതി ഉന്നയിച്ച യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. ഒന്നാമത്തെ പെൺകുട്ടി അതിജീവിതയുടെ പരാതി പോലെ തന്നെ ഗൗരവം അർഹിക്കുന്ന പരാതിയാണ്. ഇത് ഒന്നാമത്തെ പരാതിയുമായി തുലനം ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ക്രൂരമായ ഇടപെടലാണ് നടന്നിരിക്കുന്നതെന്നാണ് ഈ പരാതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ പരാതി
പരാതിയിലും കോൺഗ്രസ് നേതൃത്വമോ മറ്റ് നിയമ സംവിധാനങ്ങളോ നടപടിയെടുക്കുന്നില്ലെങ്കിൽ തുടരെ പരാതികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിൻ്റെ സൂചനകൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. പോക്സോ കേസടക്കം രാഹുലിനെതിരെ അത്തരം പരാതികൾ വരാനുള്ള സാധ്യത കൂടി കോൺഗ്രസ് നേതാക്കൾ കാണുന്നു. അതുകൊണ്ട് ഇനി ആൻറ്റിസിപ്പേറ്ററി ബെയിലുള്ള തീരുമാനമോ അല്ലെങ്കിൽ കോടതിയുടെ ഇക്കാര്യത്തിലെ നിർദ്ദേശമോ ഒന്നും കോൺഗ്രസ് കാത്തു നിൽക്കില്ല. അതിനു മുമ്പ് തന്നെ തീരുമാനമുണ്ടാകും. ഇനി ബാക്കിയുള്ളത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ആലോചന, അഭിപ്രായം തേടൽ മാത്രമാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് ആലപ്പുഴയിലാണ്. അദ്ദേഹം രാവിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു നേതാവും കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനത്തിലേക്ക് വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഹൈക്കമാൻഡും പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCC പ്രസിഡന്റിനെ ആ തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ്. അതായത് പുറത്താക്കുന്നതിലേക്ക് പാർട്ടി കടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് ആ തീരുമാനം പ്രഖ്യാപിക്കാൻ KPCC പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.